ഒരു കാര്യം നിസ്സംശയം നമുക്ക് പറയാം, കേരളം ലോകത്തെ ഏതൊരു പ്രദേശത്തെ പോലെയും നമുക്ക് അക്കാഡമിക് മികവിനും പ്രവർത്തന സ്വാതന്ത്ര്യത്തിനും പ്രവർത്തനത്തിനും പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പൾ ഉണ്ട്. മെഡിക്കൽ കോളേജ് പണ്ട് ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജിൽ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് സൗകര്യം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ കോളേജ് വരുന്നത്. മുമ്പ് ഒരു SFI പ്രവർത്തനം തന്നെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ സംഘടനാ ഭാരവാഹിയായി ഈ കോളേജിൽ താമസിക്കുന്നതാണ്. UD മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന പ്രായോഗികമായി ധാരാളം ബുദ്ധിമുട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് പോലെ ഉണ്ടായിരുന്ന സൗകര്യമില്ല. അപ്പൊ അവിടെ ആ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നു, ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മാറി, അങ്ങനത്തെ സൗകര്യമാണ്. ഇന്ന് ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ അന്വേഷിച്ചോളൂ. എനിക്ക് ഈ അടുത്തിടെ ഉണ്ടായ ഒന്ന് രണ്ട് അനുഭവം ഞാൻ പറയാം. എന്റെ കൂടെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ സഹോദരി IT-യിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുകയാണ്, കമ്പനി വർക്ക് ചെയ്യാണ്, സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. അവര് കുഞ്ഞുമായിട്ട് മോളുമായിട്ട് അവിടെ പാർട്ടി കൂടി പോകുമ്പോൾ ഒരു പൂച്ച, അതിലെ പൂച്ച വന്നിട്ട് അത് മാന്തി എന്ന് ചെറിയൊരു ഇതുണ്ടായി. അപ്പോ പൂച്ച മാന്തിയാന്ന് അറിയാം, ആന്റി റാബിസ് വാക്സിൻ എടുക്കണം. സൗദി അറേബ്യയിൽ അത്യാവശ്യം വരുമാനം നല്ല ശമ്പളമൊക്കെ ഉള്ളതാണ്. അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം വാക്സിൻ എടുക്കാം, പക്ഷെ 2 ആഴ്ച പിടിക്കും മരുന്ന് വരാൻ എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവിടുന്ന് നാട്ടിലേക്ക് വരുന്നത്. നമ്മുടെ ഇവിടെ 1 മണിക്കൂർ വൈകിയാൽ ഡോക്ടറെ ഖരാബ് ചെയ്യും, കേരളത്തിലാകെ ഹർത്താലാവും എന്നുള്ള വേറെ കാര്യം. അത് വേറൊരു വിഷയം ഞാൻ പറയുന്നത്. കേരളത്തിൽ ഈ സൗദിയിലോ USA-യിലോ UK-യിലോ ഒക്കെ ഉള്ള മെഡിക്കൽ സൗകര്യം. അപ്പോൾ അവരിവിടുന്ന് നാട്ടിലേക്ക് വന്നു. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ചികിത്സാ സൗകര്യം നമുക്കറിയാം. അതുകൊണ്ട് അവരിവിടെ 1 മാസത്തെ അവധി എടുത്ത് ഇവിടെ വന്നിട്ട് 4 വാക്സിനൊക്കെ എടുക്കണമെന്ന് നാട്ടിലുണ്ട്. ഞാൻ ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ ഇന്നലെ വൈദ്യരത്വത്തിന്റെ ആയുർവേദ കോളേജിന്റെ ഒരു പരിപാടിക്ക് തൃശ്ശൂർ പോയിരുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ വന്ദേഭാരത് എന്റെ അടുത്തിരുന്നത് സൗദിയിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടറെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കേരളത്തിലെ പോലെ ആരോഗ്യരംഗത്തിൽ ഇത്രയും ഫെസിലിറ്റിയും ഇത്രയും അവയർനെസ്സുള്ള സ്ഥലവും ലോകത്തൊന്നും ഇല്ല എന്ന് ഞാൻ പറയാം. കാരണം സൗദിയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഡോക്ടർമാർക്ക് നല്ല ഡോക്ടർമാരുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല, അവിടുത്തെ പൗരന്മാർക്ക് ചികിത്സ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടെ റഫറൽ ആശുപത്രി സമ്പ്രദായമുണ്ട്. അവിടുത്തെ പ്രാദേശിക ആശുപത്രിയിൽ നിന്നും സൗദിയിലെ പൗരനായാലും അവിടെ മുകളിൽ ചികിത്സ കിട്ടണമെങ്കിൽ 2 മാസം വരെ ഉണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഇവിടെ ആ കാര്യം ഷെയർ ചെയ്യുന്നുള്ളൂ. 2 മാസം വരെ ഉണ്ട്. ഇത്രയും നന്നായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും സിസ്റ്റവുമില്ല. അപ്പൊ ആരോഗ്യരംഗത്ത് നമുക്കുണ്ടായ മാറ്റത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു.